ടൈപ്സ് ഓഫ് സെന്റൻസസ്. എന്താണ് ടൈപ്സ് ഓഫ് സെന്റൻസസ്? സെന്റൻസിൽ വരുന്ന ക്ലോസുകളെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ. അപ്പൊ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് സെന്റൻസസ് ആണ്. എന്താണ്, ഏതൊക്കെ തരം സെന്റൻസുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. പല ടൈപ്പ് ഓഫ് സെന്റൻസുകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ടൈപ്പ് ഓഫ് സെന്റൻസുകളാണ്. സോ ദിസ് ഈസ് ഡിസോൺ ഹൈബ്രിഡ് ക്യാമ്പസ്. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി അക്ഷയ അജീഷ്. സോ വെൽക്കം. ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെന്റൻസ് ടൈപ്സ്. ഓക്കെ, അപ്പോ എത്ര തരം സെന്റൻസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്? ദർ ആർ 4 ടൈപ്സ് ഓഫ് സെന്റൻസസ്. ഈ 4 ടൈപ്സ് ഓഫ് സെന്റൻസസ് ആണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? സിമ്പിൾ സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലക്സ് കോമ്പൗണ്ട് സെന്റൻസ്. ഓക്കെ, ഇതാണ് 4 ടൈപ്പ് ഓഫ് സെന്റൻസുകൾ എന്ന് പറയുന്നത്. സിമ്പിൾ സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് സെന്റൻസുകളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പോ സിമ്പിൾ സെന്റൻസ് എന്താണ്? സിമ്പിൾ സെന്റൻസ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? സിമ്പിൾ സെന്റൻസ് ആണ്. സിമ്പിൾ സെന്റൻസിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. സിമ്പിൾ സെന്റൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ there is only one independent clause. അവിടെ ഒരു ഒറ്റ ഇൻഡിപെൻഡന്റ് ക്ലോസ് മാത്രമുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളെയാണ്, വളരെ ഷോർട്ട് ആയിട്ടുള്ള സെന്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ സെന്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഹി ലവ്സ് മ്യൂസിക്. ഹി ലവ്സ് മ്യൂസിക് എന്ന് വെച്ചാൽ അവിടെ ഒരു ഒറ്റ ഇൻഡിപെൻഡന്റ് ക്ലോസേ ഉള്ളൂ. അതുപോലെ തന്നെ വ്യക്തമായ പരിപൂർണമായ ഒരു കംപ്ലീറ്റ് മീനിങ് കിട്ടുന്ന സെന്റൻസുകളാണ്. എന്നാൽ അതെന്തായിരിക്കും? വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളുമായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള സെന്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത്. അതിന് ഒരൊറ്റ ഇൻഡിപെൻഡന്റ് ക്ലോസ് മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾ ആണ് പറയുന്നത്. ഹി ലവ്സ് മ്യൂസിക്, റോഹൻ ഈറ്റ്സ് മാംഗോ, ദേ ഹാവ് സെലക്ടഡ് ബുക്സ്. ഓക്കെ, അപ്പോ ഇതാണ് എന്ത് പറയുന്നത്? സിമ്പിൾ സെന്റൻസിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. സിമ്പിൾ സെന്റൻസ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ സിമ്പിൾ ആണ്. ഒരൊറ്റ ഇൻഡിപെൻഡന്റ് ക്ലോസ് മാത്രമുള്ള വളരെ സിമ്പിൾ ആയ സെന്റൻസുകളെയാണ് നമ്മൾ സിമ്പിൾ സെന്റൻസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. എന്താണ് കോംപ്ലക്സ് സെന്റൻസ്? കോംപ്ലക്സ് സെന്റൻസ് എന്താണെന്ന് നോട്ട് ചെയ്തോളൂ. 1 ഇൻഡിപെൻഡന്റ് ക്ലോസ് പ്ലസ് 1 or more ഡിപെൻഡന്റ് ക്ലോസ്. മനസ്സിലായോ? 1 ഇൻഡിപെൻഡന്റ് ക്ലോസും ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും ഉണ്ടാവും. ഒന്നിലധികം ഡിപെൻഡന്റ് ക്ലോസുകളും ഉണ്ടായിരിക്കാം. ഒന്നിലധികമോ ഡിപെൻഡന്റ് ക്ലോസുകളും ഉള്ള സെന്റൻസുകളെയാണ് നമ്മൾ കോംപ്ലക്സ് സെന്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഒന്നിലധികമോ ഡിപെൻഡൻസ് ക്ലോസുകൾ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനൊരു എക്സാമ്പിൾ നോക്കാം. ദ ഗേൾ whom I met in the street is a singer. He ran fast. Independent clause ആണ്. Because he was afraid of dogs. Because he was afraid of dogs. എന്താണ്? അപ്പൊ അത് ഒരു ഡിപെൻഡന്റ് ക്ലോസ് ആണ് അല്ലെ. അപ്പോ കോംപ്ലക്സ് സെന്റൻസിൽ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും ഒന്നിലധികമോ ഡിപെൻഡന്റ് ക്ലോസുകളും ഉണ്ടായിരിക്കും. ദെൻ അടുത്തത് പറയാൻ പോകുന്നതാണ് കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുമ്പോൾ അതില് 2 ഇൻഡിപെൻഡന്റ് ക്ലോസ് മാത്രമുള്ളതാണ്. 2 ഇൻഡിപെൻഡന്റ് ക്ലോസുകൾ മാത്രമുള്ള സെന്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത്. 2 ഇൻഡിപെൻഡന്റ് സെന്റൻസുകളും ക്ലോസുകൾ മാത്രമുള്ള സെന്റൻസുകളെയാണ് കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സിമ്പിൾ സെന്റൻസിൽ എന്തായിരുന്നു? ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് മാത്രമേ ഉള്ളൂ. കോംപ്ലക്സ് സെന്റൻസിൽ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും ഒന്നിലധികമോ ഡിപെൻഡന്റ് ക്ലോസും ഉണ്ട്. കോമ്പൗണ്ട് സെന്റൻസിലേക്ക് വരുമ്പോൾ അവിടെ 2 ഇൻഡിപെൻഡന്റ് ക്ലോസുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. യു സ്റ്റേ ഹിയർ എന്ന് വെച്ചാൽ അതൊരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ് അല്ലെ. യു സ്റ്റേ ഹിയർ ആൻഡ് ഐ വിൽ ടോക്ക് ടു ഹിം. എന്താണ്? ഞാൻ അവനോട് സംസാരിക്കാം. നീ ഇവിടെ നിൽക്കൂ, ഞാൻ അവനോട് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഒറ്റയ്ക്ക് നിന്നാലും പരിപൂർണമായ അർത്ഥം കിട്ടുന്നതാണ്. രണ്ടും ഒരുമിച്ച് വരുമ്പോൾ അതിനെ എന്ത് പറയുന്നു? കോമ്പൗണ്ട് സെന്റൻസ് എന്ന് നമ്മൾ പറയുന്നു. ക്ലിയർ ആണല്ലോ? അടുത്തത് പഠിക്കാൻ പോകുന്നത് കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ് സെന്റൻസുകളാണ് പഠിക്കാൻ പോകുന്നത്. രണ്ടും കൂടെ കൂടിയതാണ്. കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ആണ് പറയാൻ പോകുന്നത്. അതിലെങ്ങനെയാണ്? 2 ഇൻഡിപെൻഡന്റ് ക്ലോസും ഒന്നിലധികമോ ഡിപെൻഡന്റ് ക്ലോസുകളും ഉണ്ടാവാം. 2 ഇൻഡിപെൻഡന്റ് ക്ലോസും രണ്ടും ഉണ്ട്. ഇൻഡിപെൻഡന്റ് ക്ലോസും ഉണ്ട്, ഡിപെൻഡന്റ് ക്ലോസും ഉണ്ട്. അപ്പൊ 2 ഇൻഡിപെൻഡന്റ് ക്ലോസുകളും ഒന്നിലധികമോ ഡിപെൻഡന്റ് ക്ലോസുകളും ഉണ്ടായിരിക്കാം. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയാം. ഹി സെലിബ്രേറ്റഡ് ഹിസ് ബർത്ത്ഡേ ആൻഡ് അറേഞ്ച്ഡ് എ പാർട്ടി ഫോർ ഹിസ് ഫ്രണ്ട്സ് ഹു വർക്ക്സ് വിത്ത് ഹിം. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തായിരുന്നു?
ടൈപ്സ് ഓഫ് സെന്റൻസുകളാണ്. ഏതൊക്കെ ടൈപ്സ് ഓഫ് സെന്റൻസ് ആണ് പറഞ്ഞത്? സിമ്പിൾ സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ്, ദെൻ അടുത്തത് കോംപ്ലക്സ് കോമ്പൗണ്ട് സെന്റൻസ് അല്ലെ? ഇതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപൂർണമായ അർത്ഥം കിട്ടുന്ന ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ഉള്ള സെന്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും ഒന്നോ ഒന്നിലധികമോ ഡിപെൻഡന്റ് ക്ലോസുകളും ഉള്ളതാണ് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ കോമ്പൗണ്ട് സെന്റൻസിലേക്ക് വരുമ്പോൾ അവിടെ 2 ഇൻഡിപെൻഡന്റ് ക്ലോസുകൾ മാത്രമാണ് ഉള്ളത്. ദെൻ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസിലേക്ക് വരുമ്പോൾ 2 ഡിപെൻഡന്റ് ക്ലോസുകളും ഒന്നോ ഒന്നിലധികമോ ഡിപെൻഡന്റ് ക്ലോസുകളും ഉണ്ടായിരിക്കും. സോ ഇതാണ് ടൈപ്സ് ഓഫ് സെന്റൻസിൽ വരുന്നത്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ താങ്ക് യു.